നന്ദു SC ആവാൻ പോവാണെന്നറിഞ്ഞ് അനാമിക ആകെ പേടിച്ചായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. ഇനിയിപ്പോ SC ആയി കഴിഞ്ഞാല് സത്യങ്ങളെല്ലാം അനാമിക കണ്ടുപിടിക്കും. അച്ഛന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊക്കുമല്ലോ എന്നൊക്കെ ഓർത്തായിരിക്കും അനാമിക ഇരിക്കുന്നത്. അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ട്. അനാമിക വലിയ ആലോചനയിലാണല്ലോ. ഇനിയിപ്പോ നന്ദുവിനെ പിടിച്ചാലെന്ന് നിനക്ക് കിട്ടില്ലടി. നന്ദുവേ ഇനി തൊട്ട് SC ആ. നന്ദുവിന് ഇവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടിയാല് നിന്റെ കാര്യത്തില് ഒരു തീരുമാനാവും. അറിയാലോ, നിനക്കെതിരെയുള്ള ഒരു തുറുപ്പുചീട്ടെ എന്റെ കയ്യിലുണ്ട്. വല്യമ്മയ്ക്ക് പാലിൽ വിഷം നൽകിയതേ നീയും നിന്റെ അമ്മയും ചേർന്നിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അതിപ്പോ ഞാൻ ആരോടും പറയാത്തത് അനിയെ ഓർത്തിട്ട് മാത്ര. അനിയുടെ ജീവിതം തകരുന്നതേ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് മാത്ര ഞാനത് ക്ഷമിച്ചത് എന്ന് കരുതി അത് ഞാൻ മറന്നെന്ന് നീ കരുതണ്ട. ഒരു സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കില് ഇതെല്ലാം ഞാൻ തുറന്നു പറയൂടി. അന്ന് നിന്റെ സ്ഥാനം ഈ വീടിന് വെളിയില്ല. നീ പറയുന്നുണ്ടല്ലോ ഞാനും എന്റെ അമ്മയും ചേർന്ന് പാലില് വിഷം കലർത്തിയതെന്ന്. നിന്റെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളെ? തെളിവെന്തിനാ? നീ അത് ചെയ്യുന്നത് കണ്ട 2 പേരെ ഈ വീട്ടിൽ തന്നെയുണ്ട്. അവരെ ഒന്ന് വരട്ടിയാല് അവര് തന്നെ അത് എല്ലാവരുടെ അടുത്തും പറയും. പിന്നെ നിനക്കെതിരെ എനിക്കെതിരെ തെളിവ് അവര് തന്നെ നേരിട്ട് എല്ലാവരുടെ പറയും. നന്ദു ഒന്ന് SC ആയിട്ട് ചാർജ് എടുക്കട്ടെ. നീയും നിന്റെ വീട്ടുകാരും ഒക്കെ ചേർന്ന് എന്നെയും എന്റെ അനിയത്തിയെയും നീ കള്ളിയാക്കിയില്ലേ? ആ മാല മോഷ്ടിച്ചത് ഞാനും എന്റെ അനിയത്തിയും ചേർന്നാണെന്ന് പറഞ്ഞ് എന്റെ അച്ഛനെ അമ്മയെ വരെ നിങ്ങളൊക്കെ ചേർന്ന് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലേ? അതിനൊക്കെ പ്രതികാരം ഞാൻ വീട്ടുപടി. അതാരാ ഇവിടുന്ന് കൊണ്ടുപോയതെന്നും എവിടെ കൊണ്ടുപോയാ വിറ്റതെന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കും. അത് നീയും നിന്റെ വീട്ടുകാരും ആണെങ്കിൽ നിങ്ങളെയൊന്നും ഞങ്ങൾ വെറുതെ വിടില്ല. നിന്റെ അനിയത്തിയെ SC ആയെന്ന് കരുതിയിട്ടേ നീ എന്റെ തലയിലൊന്നും കയറിയിരിക്കാന്ന് കരുതണ്ട. ഞങ്ങൾ ചെയ്തേന്നേ നിങ്ങളൊരു തെളിവ് കണ്ടെത്ത്. എന്നിട്ട് മതി ഈ സംസാരമൊക്കെ. നീയും നിന്റെ അനിയത്തിയും വന്നിരിക്കുന്നു. എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാനല്ലേടി നിന്റെ അനിയത്തി നോക്കുന്നേ? അതിന് കൂട്ടായിട്ട് 2 ചേച്ചിമാരും. എന്ത് നല്ല ഫാമിലി. എന്നെ എന്റെ വീട്ടുകാരെയും പറയാനേ നിനക്കൊരു യോഗ്യതയുമില്ലടി. നീ അത്രയും വലിയ തെറ്റുകളാ ഈ വീട്ടിലുള്ളവർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. അതൊക്കെ എല്ലാവരും അറിഞ്ഞാലേ നീ നിന്റെ വീട്ടുകാരും ജയിലിൽ പോയി കിടക്കണം. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അനിയെ സ്നേഹിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നീ നിന്നോ. അതല്ല ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നീ ചെയ്തു കൂട്ടാനാ ഭാവമെങ്കില് എല്ലാം ഞാൻ തുറന്നു പറയും. അപ്പോ നീയാണോ ഞാനാണോ അവിടെ ഉണ്ടാവുമെന്ന് അപ്പൊ അറിയാം എന്നും പറഞ്ഞ് നവ്യ അവിടുന്ന് അങ്ങ് പോകുന്നുണ്ട്. എന്നാ അനാമികയ്ക്ക് വല്ലാതങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇവളെന്റെ തലയിൽ കയറാൻ തുടങ്ങി. ഇതിപ്പോ എല്ലാം ഇവളെല്ലാവരോടും പറഞ്ഞാല് എന്റെ സ്ഥാനം ഈ വീടിന് പുറത്താ. അതിനു മുൻപേ ഇവളെയും ഇവളെ കുഞ്ഞിനെയും ഇല്ലാതാക്കണം. എന്നേക്കുമായിട്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം. അങ്ങനെ നവ്യയെ കൊല്ലാനായിട്ട് അനാമിക തീരുമാനിക്കുന്നുണ്ട്. അതിനായിട്ട് നേരെ അനാമിക ചെല്ലുന്നത് വീട്ടിലോട്ടായിരിക്കും. അനാമിക വരുന്നത് കണ്ട് വേണുവിനോട് രേവതി പറയുന്നുണ്ട്, വേണുവേട്ടാ പെണ്ണ് പിന്നെയും തെറ്റിപ്പോന്നെന്നാ തോന്നുന്നേ. ഇനിയിപ്പോ ഇവൾ ഇവിടുന്ന് പോവെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ എത്ര തവണയാ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവളിങ്ങ് പോരുന്നേ. അവളുടെ വരവ് കണ്ടിട്ട് അങ്ങനെ തന്നെയാ തോന്നുന്നേ. അവളിങ്ങ് വരട്ടെ, കാര്യം എന്താന്ന് ചോദിക്കാം. എന്താ മോളെ, പിന്നെയും നീ അവിടെ പ്രശ്നം ഉണ്ടാക്കിയോ? നീ ഇങ്ങനെ എടുത്തു ചാടി ഇങ്ങ് പോരല്ലേ. അവിടെ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്ക്. ഇവിടെ വന്നിട്ട് എന്തുണ്ടാക്കാനാ? അച്ഛന്റെ അമ്മയുടെ അവസ്ഥ നിനക്ക് അറിയുന്നതല്ലേ. ഇപ്പോഴാണെങ്കിൽ ശരീരം മൊത്തം വേദനയാ, ചതച്ചിരിക്കുകയല്ലേ. എന്തായാലും മോളിപ്പോ പോന്നത് ശരിയായില്ല. എങ്ങോട്ട് പോന്നെന്നാ പറയുന്നേ? എനിക്ക് അവിടെ നിന്നിട്ടേ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. അതുകൊണ്ട് കുറച്ച് സമാധാനത്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്താ മോളെ, എന്താ കാര്യം? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അച്ഛാ, അവിടെ പ്രശ്നമൊന്നുമല്ല. അവിടെ നവ്യ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോ. അതിന് പുറമെ ആ നന്ദു ഉണ്ടല്ലോ, അവൾ SC ആവാൻ പോവാ. അവളുടെ കാര്യം മോള് വിട്ടേക്ക്. അവളെ ഒതുക്കാനുള്ള വഴിയൊക്കെ അച്ഛൻ്റെ അടുത്തുണ്ട്. അതോർത്തിട്ടാണെങ്കില് മോളുടെ തല വെറുതെ പുകയ്ക്കണ്ട. മോളെ അങ്ങോട്ട് തന്നെ പോവാൻ നോക്ക്. അതൊന്നും അല്ല അച്ഛാ, ആ നവ്യയുടെ കാര്യം ഞാൻ പറയാൻ വേണ്ടി വന്നത്. നവ്യ എനിക്ക് ഒരു തരത്തിലും സമാധാനം തരുന്നില്ല. ഇപ്പൊ അവളുടെ അനിയത്തി SC ആവാൻ പോകുന്നതിന് തണ്ട അവൾക്ക്. അവൾ എന്തൊക്കെയാ എൻ്റെ അടുത്ത് പറഞ്ഞെന്നറിയോ? നമ്മളെ എല്ലാവരെയും അഴിക്കുള്ളിലാക്കുമെന്നാ അവള് പറയുന്നേ. ഇതിപ്പോ എന്തായാലും അവൾക്കറിയാം ഞാനും അമ്മയും ചേർന്നാ പാലില് വിഷം കലർത്തിയതെന്ന്. അവളെ കൊല്ലാനായിട്ട് കലർത്തിയതാ. അത് കുടിച്ചതോ വല്യമ്മ. അന്നത് അവള് കുടിച്ചിരുന്നെങ്കില് നമുക്കൊരു തലവേദന ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ അവളുടെ കാര്യത്തില് ആദ്യം ഒരു തീരുമാനം എടുക്കണം. അല്ലാതെ ഒന്നും നടക്കില്ല അച്ഛാ. എനിക്ക് ആ വീട്ടിൽ നിന്ന് പോണെങ്കില് അവൾ ആ വീട്ടിൽ ഉണ്ടാവരുത്. മോളെ, എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് അത് വലിയ പ്രശ്നമായിരിക്കും. ഇപ്പത്തെ സാഹചര്യത്തില് നമ്മളൊന്ന് ഒതുങ്ങുന്നതാ നല്ലത്. എന്താ അച്ഛാ അച്ഛൻ ഇങ്ങനെ പറയുന്നേ? ഈ അച്ഛനാണോ നന്ദുവിനെ ഒതുക്കേണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചേ? അക്കാര്യം അച്ഛൻ ചെയ്തോളാം. പക്ഷേ
വീടിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാലേ അത് വലിയ പ്രശ്നമായിരിക്കും. ആരാ ഇപ്പൊ തന്നെ പാലിന് വിഷം കലത്തിയതെന്ന് അന്വേഷിക്കുന്നുണ്ട് ആദർശ്. എങ്ങനെയെങ്കിലും നമ്മളാണെന്ന് അറിഞ്ഞ അത് മതി. ഈ പോക്ക് പോവുകയാണെങ്കിലേ നമ്മളാണത് ചെയ്തെന്നറിയാനേ ആദർശേട്ടന് അത്ര സമയമൊന്നും വേണ്ടിവരില്ല. എൻ്റെ അറിവില് അതിപ്പോ നവ്യ നയനയോടും നന്ദുവിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്നാ എനിക്ക് തോന്നുന്നേ. അച്ഛൻ അവളെ ഒതുക്കാനുള്ള വല്ല വഴിയും പറഞ്ഞതാ. അവൾ ഇനി അനന്തപുരി തറവാട്ടില് ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാലേ അത് നമുക്ക് തന്നെയാ ദോഷം. മോളെ, നീ ഒരു കാര്യം ചെയ്യ. അവളിപ്പോ വിശേഷായി ഇരിക്കുവല്ലേ, 5-ാം മാസം കഴിഞ്ഞു. ഇനിയിപ്പോ ചെറുതായൊന്ന് വീണാലോ എന്തെങ്കിലും സംഭവിച്ചാലോ അവളുടെയും കുഞ്ഞിന്റെയും കാര്യത്തില് ഒരു തീരുമാനാവും. അവള് പോലും അറിയരുത് അവള് തനിയെ വീണതാണെന്നേ എല്ലാവരും അറിയാൻ പാടൂ. നമ്മളാ ചെയ്തേന്ന് അറിഞ്ഞാല് പിന്നെ നമ്മുടെ കാര്യം അറിയാലോ. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വേണം മോളെല്ലാം പ്ലാൻ ചെയ്യാൻ. മോൾക്ക് മനസ്സിലായല്ലോ? ഇത് കൂടുതലൊന്നും അച്ഛൻ മോൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അച്ഛ, ഒക്കെ ശരിയാ. അവളോടുള്ള ദേഷ്യത്തിന് അവളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അനാമിക വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്താ വേണുവേട്ടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താല് ആ പെണ്ണ് അവിടെ പോയി എന്തെങ്കിലും ചെയ്താ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണോ അവൾക്ക് പറഞ്ഞു കൊടുക്ക? പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ വേണുവേട്ടാ. അവൾ എന്റെ മോളാ. ആർക്കും ഒരു സംശയമില്ലാത്ത രീതിയിലേ അവള് കാര്യം ചെയ്തോളും. നീയായിട്ടേ പേടിക്കണ്ട. ഇതിലും വലിയ കാര്യങ്ങള് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നവരെ എന്നെ പിടിച്ചിട്ടില്ലല്ലോ. അതുപോലെ എന്റെ മോളും പിടിച്ചു നിന്നോളും എന്ന് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഈ അച്ഛനും മകളും ഇനി എന്തൊക്കെയാവോ കാട്ടിക്കൂട്ടാൻ പോകുന്നത്. എങ്ങനെയെങ്കിലും അവിടുന്ന് കിട്ടാവുന്നത് വാങ്ങിച്ച് കടവും വീട്ടിൽ സമാധാനത്തിൽ ജീവിക്കാന്നാ കരുതിയത്. ഇതിപ്പോ കൊലക്കുറ്റത്തിന് ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥയാണല്ലോ എന്നൊക്കെയായിരിക്കും രേവതി പറയുന്നത്. അങ്ങനെ അനാമിക രണ്ടും കൽപ്പിച്ച് അനന്തപുരിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. നവ്യയെ കോണിപ്പടിയിൽ നിന്ന് വീഴ്ത്തിയിടാ എന്നായിരിക്കും അനാമിക തീരുമാനിക്കുന്നത്. നവ്യ താഴോട്ട് വരുന്ന സമയം നോക്കി അനാമിക കോണിയിലൊക്കെ എണ്ണ ഒഴിച്ചിടുന്നുണ്ട്. അതിനുശേഷം അനാമിക ഒന്നും അറിയാത്ത പോലെ അടുക്കളയിലോട്ട് ചെല്ലുവാണ്. അടുക്കളയിലാണെങ്കില് വല്യമ്മ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഇത് കാണുന്ന അനാമിക വല്യമ്മയോട് ചോദിക്കുന്നുണ്ട്, അല്ല വല്യമ്മ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് നവ്യ മോൾക്ക. അവൾക്കേ ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നെയ്യപ്പവും ഉണ്ണിയപ്പൊക്കെ തയ്യാറാക്കാന്ന് കരുതി. എന്നിട്ടാണോ നവ്യയെ വിളിക്കാത്തത്? വല്യമ്മ നവ്യയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ. ചൂടോടുക്കനെ കഴിക്കണ്ടേ, എന്നാലല്ലേ കൂടുതൽ ടേസ്റ്റ്. അവള് കുറച്ചു നേരം കഴിഞ്ഞാൽ വരും. ഉറങ്ങുവാണെങ്കിലോ? അതൊന്നും ആവില്ല വല്യമ്മേ. വല്യമ്മ ഒന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ ദേവിയാനി ഫോൺ എടുത്ത് നവ്യയ്ക്ക് വിളിക്കുന്നുണ്ട്. മോളെ, നീ പറഞ്ഞ ഉണ്ണിയപ്പൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നീ വേഗം താഴോട്ട് വാ, നല്ല ചൂടോടുകൂടെ കഴിക്കാം എന്നും പറഞ്ഞ് ദേവിയാനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അവള് വീഴുന്നതേ എനിക്ക് നേരിട്ട് കാണണം. അവളുടെ ഒരു ഉണ്ണിയപ്പക്കൊതി. എന്തായാലും ഈ ഉണ്ണിയപ്പം കഴിക്കാനുള്ള യോഗം നിനക്കില്ലടി എന്നും പറഞ്ഞ് അനാമിക അങ്ങ് ചെല്ലുന്നുണ്ട്. എന്നാ വല്യമ്മ വിളിച്ചതല്ലേ എന്ന് കരുതി നവ്യ വേഗം തന്നെ താഴോട്ട് വരുമായിരിക്കും. സ്റ്റെപ്പിലൊഴിച്ച എണ്ണയിൽ തെന്നി നവ്യ താഴോട്ട് ഉരുണ്ടു വീഴുന്നുണ്ട്. ഇത് കണ്ട് സന്തോഷത്തിൽ നിൽക്കുവാണ് അനാമിക. ശബ്ദം കേട്ട് ദേവയാനി ഓടി വരുന്നുണ്ട്. എന്താ നവ്യേ, എന്താ പറ്റിയേ? അനാമികെ, എന്താ പറ്റിയേ? അറിയില്ല വല്യമ്മേ, കോണിന്ന് വീണതാണെന്നാ തോന്നുന്നേ എന്നും പറഞ്ഞ് അനാമികയും ദേവയാനിയും അങ്ങ് ഓടി ചെല്ലുന്നുണ്ട്. നവ്യയാണെങ്കില് ബോധം കെട്ട് കിടക്കുമായിരിക്കും. അങ്ങോട്ടേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും വരുന്നുണ്ട്.